ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും നൈറ്റ് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നന്നായിട്ട് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാബേജ് വേണമെങ്കിൽ കാബേജും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കോ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് 2 കോഴിമുട്ട ലേശം ഒന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കില്ലേ, അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു കോഴിമുട്ടയും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയൊക്കെ എടുക്കുക. ഇനിയിപ്പോൾ കോഴിമുട്ട ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെറും വെജിറ്റബിൾസ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു നുള്ളാണ് കേട്ടോ ചേർക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ലേശം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു ഫോർക്ക് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായി തിരുമ്മിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാതും നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി 1 കപ്പ് ഗോതമ്പൊടിയിലേക്ക് ലേശം ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ലേശം പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുമ്പോഴേ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. ചുട്ടെടുത്താലും നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്ത് ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചുട്ടെടുക്കണം കേട്ടോ. ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഓയിലോ ആക്കി കൊടുക്കുക. അല്ല ഡ്രൈ ആയിട്ട് ചുട്ടെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചപ്പാത്തി ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബട്ടർ ഒന്ന് സെൻറ്ററിലാക്കി കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. ഇനി നമ്മൾ ഈ ഒരു ചപ്പാത്തിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുക. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാനിനെ എടുത്ത് മാറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ടൊമാറ്റോ സോസ് ഇതുപോലെ നീളത്തിലാക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ, വെജിറ്റബിൾസും കോഴിമുട്ടയൊക്കെ ചേർത്തിട്ട് അത് ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ പീസ് ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇനി ഇത് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് പാനിലേക്ക് ലേശം വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അതെന്തിനാ പറഞ്ഞാൽ ആ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ. അത് നമ്മളൊന്ന് എടുത്ത് മാറ്റി എല്ലാം വെച്ചിട്ട് വീണ്ടും പാനിലേക്ക് വെച്ചാലും മതി. ഇപ്പോൾ ഞാനിവിടെ വെള്ളം തെളിച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ വെച്ചാൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് ബട്ടറൊക്കെ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കറി പോലും ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്